ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ കർശന നടപടിയുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. റോഡ് തകരുകയും നിർമ്മാണത്തിൽ കൃത്രിമം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് നടപടിയെടുക്കാൻ തീരുമാനമായത്. കാസർഗോഡ് ജില്ലയിലെ രണ്ടാം റീച്ചിലെ നിർമ്മാണ കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇവർ റോഡ് നിർമ്മിച്ച ഭാഗങ്ങളിലാണ് നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ഈ മാസം 12-ന് പീലിക്കോട് മട്ടലായിക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ബംഗാൾ സ്വദേശിയായ തൊഴിലാളി മരിച്ചത് മേഘയുടെ സൈറ്റിലാണ്. കമ്പനിയുടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. 2022 ഒക്ടോബറിൽ പെരിയയിൽ ഇതേ കമ്പനി പണിതുകൊണ്ടിരുന്ന അടിപ്പാതയുടെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. രാത്രിയിൽ നടന്ന സംഭവം രഹസ്യമായി വെക്കാനായിരുന്നു ശ്രമം. ജില്ലയിലെ ചെർക്കള പള്ളിക്കര രണ്ടാം റീച്ചിൽ തെക്കിൽ വളവിൽ പലതവണ മണ്ണിടിച്ചിലുണ്ടായി. 2024 ജൂൺ 27-ന് 2 തവണ മണ്ണിടിഞ്ഞതോടെ 2 ആഴ്ച ഗതാഗതം നിർത്തിവെച്ചു. അച്ചടക്കവും അടുക്കും ചിട്ടയുമില്ലാത്ത നിർമ്മാണം, മെല്ലപ്പൊക്ക് തുടങ്ങിയ ആരോപണങ്ങൾ കമ്പനിക്കെതിരെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. വേനൽക്കാലത്ത് പൊടിശല്യം രൂക്ഷമായപ്പോൾ റോഡ് നനച്ച് പണി നടത്തണമെന്ന ആവശ്യം പോലും കമ്പനി നിരസിച്ചു. പിന്നീട് ജില്ലാ ഭരണകൂടം ഇടപെട്ടപ്പോഴാണ് റോഡ് നനയ്ക്കാൻ തയ്യാറായത്. കാഞ്ഞങ്ങാട് മാവുങ്കാലിലും ചെമ്മട്ടം വയലിനും ഇടയിലെ തകർന്ന സർവീസ് റോഡും കൂളിയങ്കാവിലെ തകർന്ന സർവീസ് റോഡും നിർമ്മിച്ചത് ഇതേ കമ്പനിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്ന് മണ്ണിടിച്ച് കടത്തിയതിന് കമ്പനിക്കെതിരെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 1,75,00,000 രൂപ പിഴയും ചുമത്തിയിരുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടർ നിയമിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയതും മേഘ കമ്പനിയുടെ നിർമ്മാണത്തിലാണ്. ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് നടപടിയെടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് മുഖാന്തരം മേഘ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെടും. അവർ ഈ നിലപാടാണ് തുടരുന്നതെങ്കിൽ മറ്റ് ചില കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തിയതുപോലെ പെടുത്തണമെന്ന നിർദ്ദേശവും ഈ നാളത്തെ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ എന്തു നടപടി സ്വീകരിച്ചെന്ന് മേഘ കമ്പനി അധികൃതർ ജില്ലാ കളക്ടറെ അറിയിക്കണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ന്യൂസ് മലയാളം, കാസർഗോഡ്.